ഹായ് നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ എന്ന ഒരു സ്ഥലത്ത് കാണുന്ന പോപ്പുലർ ഫാം ഹൗസ് എന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. എല്ലാവർക്കും വീക്കെൻഡ്സ് എൻജോയ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. ഓക്കെ, എന്താണ് പ്രത്യേകത? ട്രിവാൻഡ്രം സൂ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ തോന്നുവാണെങ്കിൽ എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും നമുക്ക് എന്ത് ചെയ്യാം? കയ്യിൽ വെച്ച് കളിക്കാം. ഓക്കെ, അതാണ് പ്രത്യേകത. എൻജോയ് ചെയ്യുക. അകത്തോടെ ഞങ്ങൾ കയറാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അവസരം നഷ്ടപ്പെടരുത്. തിരുവനന്തപുരം ജില്ലയിൽ പള്ളിച്ചൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പാരുക്കുഴി പള്ളിച്ചൽ നമ്മൾ നാഗർകോവിലോട്ട് പോകുന്നത് കളിക്കവള പോകുന്ന വഴിയിലാണ് ഈ ഒരു ഫാം കാണുന്നത്. പോപ്പുലർ ഫാം ഹൗസ് എന്നാണ് ഇതിന്റെ പേര്. എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. അതിനകത്ത് നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം ട്രിവാൻഡ്രത്ത് മ്യൂസിയം ഉണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും ഒന്നും നമുക്ക് കയ്യിലെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ കൂടെ നമുക്ക് ഒരു നാച്ചുറൽ നാച്ചുറായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്ന് പറയുന്ന സാധനം ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ, താങ്ക് യു. ഇതിന് എൻട്രൻസ് ഫീസ് ഉണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. നമുക്ക് 11 മണി മുതൽ രാത്രി 8 മണി വരെ നമുക്ക് ഈ മൃഗങ്ങളോട് കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് അവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഫോട്ടോസാണ്. ഇത് നമ്മൾ എൻട്രൻസിൽ ഇടതുവശത്ത് നമുക്ക് ഫിഷ് ടാങ്ക് കാണാൻ വേണ്ടി പറ്റും. അതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ കാണുന്ന തരത്തിലുള്ള മീനുകളാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മുടെ കൂടെ തന്നെ ഒരാളുണ്ടാവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട്. ഈ കാണുന്ന മീനിനെ അലിഗേറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഒട്ടകത്തെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അത് കൂട്ടിനകത്തായിരുന്നു. ഇതവർ പുറത്തിറക്കി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്തൊരു സഫാരിയൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒട്ടക പക്ഷിയെയും കൂടെ കാണാൻ സാധിക്കും. ഞങ്ങൾ വന്നപ്പോൾ വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കുന്നത് പോലെ അത് കുറേ എക്സ്പ്രഷൻസൊക്കെ അത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒട്ടക പക്ഷിയെ കണ്ട് അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ വളരെ രസമായിട്ട് ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ ചെയ്ത് അതിൻ്റെ താഴെയായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഫിഷ് ടാങ്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകത, നമുക്ക് ഭക്ഷണം വാങ്ങിയിട്ട് നമുക്ക് ടാങ്കിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പോയി ഇരുന്ന് ഇതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കുറച്ച് സമയ ലിമിറ്റൊന്നുമില്ല, അതിരുന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടുത്ത് നമ്മൾ കാണുന്നത് ഒരു കുതിര സഫാരിയാണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പഞ്ചവർണ്ണ തത്തയുടെ ഇനത്തിൽപ്പെട്ട ഒരു തത്തയെ കാണാൻ വേണ്ടി സാധിക്കും. മിക്ക പാരറ്റ്സും ഇവിടെ ഉള്ളത് സംസാരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരെണ്ണത്തിൽപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ ഉടൻ ഒരു മയില് സമാനമായ ഒരു പക്ഷിയെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ വളരെ രസമുള്ള ഗോൾഡൻ ഫെസൻറ്റ് എന്ന് പറയുന്ന വളരെ വർണ്ണശബളമായിട്ടുള്ള ഒരു പക്ഷിയെ കാണാൻ വേണ്ടി സാധിക്കും. ചൈനയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പക്ഷിയാണിത്. അത് ജോഡിയായിട്ട് തന്നെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതേ ഐറ്റത്തിലുള്ളത് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ള കാണാൻ ഭയങ്കര രസമുള്ള ഒരു പക്ഷി. വൈറ്റാണ് കൂടുതലായിട്ടുള്ളത്. ചില സമയത്ത് നമ്മളോട് ചേർന്ന് ഈ ഗ്രില്ലിനോട് വന്ന് നിൽക്കാറുണ്ട്. ഞങ്ങൾക്കത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയിലോട്ടാണ് കയറിയത്. പാമ്പുകളുടെ തന്നെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് പൈത്തനാണ്. പ്രത്യേകത, ഇവർ നമ്മളവിടെ പോകുമ്പോൾ തന്നെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടാവും. നമ്മുടെ കയ്യിൽ നമുക്ക് എടുത്തുകൊണ്ട് കളിക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് എൻ്റെ പ്രത്യേകത. ഇത് തന്നെ വേറൊരു വെറൈറ്റിയാണ്. കുഞ്ഞു പ്രായമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് നെക്സ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം. നമ്മളിവിടെ ഓന്ത് പോലെയൊക്കെ തോന്നും, പക്ഷേ അത് ഭയങ്കര രസമാണ്. നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചാടി കളിച്ച് അത് നിൽക്കുന്നുണ്ടാവും. പക്ഷേ അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ മിണ്ടാണ്ട് അതിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര രസമാണ് ഇതിനകത്ത്, ഈ ഒരു ഏരിയക്കകത്ത്.
അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും പല തരത്തിലുള്ള പാമ്പുകളാണ് ഇതിനകത്തുള്ളത്. കണ്ടോ, ഒരു പാമ്പ് അതിൻ്റെ ചട്ട തന്നെ ഇളക്കി മാറാറായി അങ്ങനെ അത് അവർ നിൽക്കുന്നുണ്ട്, അതങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് ഭക്ഷണമായിട്ട് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു കൂട്ടിൽ അവർ കുറേ കുഞ്ഞ് എലികളെയൊക്കെ അവർ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനെ എടുത്തിട്ട് കൊടുക്കും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതെല്ലാം അപകടകാരികളല്ല, അവർ നമുക്ക് കയ്യിലെടുക്കാം, അതൊന്നും നമ്മളെ ഉപദ്രവിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇതൊരു വേറൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ്, ഹെഡ് ഹോക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. മുള്ളം പന്നിക്ക് സമാനമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ കയ്യിൽ കുറച്ച് സമയം വച്ചേക്കുമ്പോൾ ഇതിനകത്തുനിന്ന് പതുക്കെ അതിൻ്റെ മുഖമൊക്കെ അതിന് പുറത്ത് വരുന്നുണ്ടാവും. പാമ്പിനത്തിൽ തന്നെ പെട്ട് വേറൊരു വെറൈറ്റി ആയിട്ടുള്ളത് ഒരു പാമ്പിൻ്റെ ഒരു മേഖലയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ സൈലൻ്റായിട്ട് കിടക്കുന്ന ഒരു പാമ്പാണ്. കുറച്ച് അപകടകാരിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നുണ്ടായിരുന്നില്ല. മെക്സിക്കോയിൽ കാണാൻ വേണ്ടി പറ്റുന്ന ഒരൈറ്റം സാധനം. ഇതൊരു ഇർഗുവാന കാറ്റഗറിയിൽ പെടുന്ന ഒരു ഐറ്റമാണ്. കുഞ്ഞാണ്. ഇത് നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ചാടിപ്പോകുന്നുണ്ടാവും. നെക്സ്റ്റ് കാണുന്നത് ഗ്രീൻ ട്രീ പൈത്തനാണ്. മരങ്ങളുടെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കും. ഞാനിത് വളരെ ക്ലോസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇരകളെ പിടിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ്. ഫുള്ള് ചുറ്റി കിടപ്പുണ്ടാവും, പക്ഷെ അതിൻ്റെ തലഭാഗം വന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇമേജിനകത്ത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, അതിനകത്ത് അങ്ങനെ തല വച്ചേക്കുവാണ്. ഒട്ടും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റത്തില്ല. അറ്റാക്ക് ചെയ്യണത് എങ്ങനെയാണെന്നും അറിയാൻ സാധിക്കത്തില്ല. അതിനകത്തൂടെ അത് വരും. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതേ പൈത്തൻ്റെ കാറ്റഗറിയിൽ വൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഭയങ്കര രസമുണ്ട്. ഇത് കുഞ്ഞ് പാമ്പെന്നാണ് അവർ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് നമ്മളെ കയ്യിലെടുത്ത് തരും, നമുക്ക് വേണമെങ്കിൽ കയ്യിൽ വയ്ക്കാം. അടുത്തതായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇർഗുവാൻ കാറ്റഗറിയിൽ പെടുന്ന ഒരു സംഭവമാണ്. പ്യുവർ വെജാണ്. നമ്മൾ പോയപ്പോൾ തന്നെ നമ്മൾ കയ്യിലെടുത്ത് തന്നു. ഭയങ്കര സ്മെല്ലാണെങ്കിലും കുറച്ച് രസമാണ്, അപകടകാരികളൊന്നും അല്ല. അടുത്തതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഫുൾ ടൈം ഉറങ്ങുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരു അനിമലാണ്. പെന്നറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. വിനോദ ഉറക്കം തന്നെയാണ്. ഏകദേശം ഒരു ദിവസം 10 തൊട്ട് 18 മണിക്കൂർ വരെ ഇതെപ്പോഴും ഉറക്കമാണ്. അടുത്ത് നമ്മൾ ആ ഭാഗത്തൂടെ തന്നെ കഴിഞ്ഞു പോകുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കുതിരകളെ കാണാൻ സാധിക്കും. ഇത് എല്ലാ കുതിരകളും വളരെ ട്രെയിൻഡാണ്. ഡാൻസിങ് ഹോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. ഇതിനെ പുറത്തിറക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ ഒരു ഹോഴ്സ് റൈഡൊക്കെ അവർ ക്രമീകരിച്ച് തരും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള പല സ്ഥലങ്ങളിലുള്ള നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള കുറേ അനിമൽസ് ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതാണ് അതിനകത്ത് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാൻ വേണ്ടി ആൾക്കാരുണ്ട്. അവർ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വെറൈറ്റി ആയിട്ടുള്ള ആടുകളെ കാണാൻ സാധിക്കും. നമ്മൾ പോകുമ്പോൾ തന്നെ ഇത് പല രീതിയിൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടാവും. അത് കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും വളരെ ആനന്ദകരം ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. ഭയങ്കര വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബേർഡാണ്. ഒട്ടക പക്ഷിയുടെ ഇനത്തിൽ പെടുന്നതാണ്. ഇത് നമ്മൾ കുറച്ച് ഡേഞ്ചറാണെന്ന് പറയുന്നുണ്ടായിരുന്നു. വെച്ചാൽ നമ്മൾ അങ്ങനെ കണ്ടിരുന്നിട്ട് ഇത് വന്നിട്ട് നമ്മളെ കടിക്കാനും സാധ്യതയുണ്ട്. ഇത് കഴിയുമ്പോൾ ഗിനിപ്പന്നി കാറ്റഗറിയിലുള്ള ഒരു ഐറ്റങ്ങളാണ്. ഇത് ഒത്തിരി ഉണ്ട്. അതങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പോകുമ്പോൾ തന്നെ ഗ്രില്ലിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടാവും. ഇതിപ്പം ഭക്ഷണം കഴിച്ച് കിടക്കുന്നത് കൊണ്ട് വളരെ ക്ഷീണത്തിൽ പോലെ ഇങ്ങനെ ഇരിക്കുവാണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ വന്ന് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഇൻട്രാക്ട് ചെയ്യണത് പോലെ നമുക്ക് തോന്നും. ഓക്കെ, ഒട്ടും പേടിയില്ലാത്ത മൃഗങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മേഖല കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു കഴുതയെ കാണാൻ സാധിക്കും. ആൾക്കാർ വരുമ്പോൾ തന്നെ ഭയങ്കര രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിടന്ന് ഒത്തിരി ഒച്ചപ്പാടുണ്ടാക്കും, ഇങ്ങനെ വിളിക്കുക. അപ്പോൾ കുറച്ച് അത് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാവും. ഇത് എന്തിനാണ് ഈ വിളിക്കണതെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് ഒച്ചയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കഴിഞ്ഞതിന് ശേഷം വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പക്ഷികളെ കാണാൻ നമുക്ക് സാധിക്കും. നമുക്ക് കുറച്ച് ദൂരെ നിന്നാണ് എടുക്കാൻ വേണ്ടി സാധിച്ചത്. ഇതെല്ലാം വേറൊരു ആംഗിളിൽ. ഇത് നമുക്കറിയാം എലി വർഗ്ഗത്തിൽപ്പെടുന്നതാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പുറത്ത് കിടക്കുന്നത്.
അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം. ഇതിന് എലികളാണ് ഇത് കഴിക്കാൻ കൊടുക്കുന്നത്. അത് കഴിച്ച് മൊത്തം രക്തമായിട്ട് അതിരിക്കുക. അടുത്തൊരു ഇര ഇതിനകത്തുണ്ട്. ഇതാണ് വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഐറ്റം. ഓക്കെ, സിനിമകളിൽ വന്നപ്പോഴാണ് ഇത് കുറച്ച് ഫേമസ് ആയത്. മീർ കാറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അടുത്ത് നമ്മൾ തത്തകളുടെ വിഭാഗത്തിലോട്ട് വന്നു. ഡാൻസിങ് പാരറ്റ്, സംസാരിക്കുന്ന പാരറ്റ്, ഇങ്ങനെയുള്ള കുറേ ഐറ്റമാണ് നമുക്ക് അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ക്വിറൽ മങ്കി കാറ്റഗറിയിൽ പെടുന്ന ഒരു തരം മങ്കിയാണ്. സ്ക്വിറൽ മങ്കി എന്നാണ് ഇതിൻ്റെ പേര്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഒരു മങ്കി കാറ്റഗറിയിൽ പെടുന്നതാണ്. ഏകദേശം 8 ലക്ഷം രൂപയാണ് ഇതിന് വില വരുന്നത് എന്നാണ് അവർ പറയുന്നത്. വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് അത് ചത്തുപോകുമെന്നാണ് പറയുന്നത്. അതൊരു ഭയങ്കര രസമുള്ള ഒരു ഐറ്റം തന്നെയാണ്. വീണ്ടും ഒരു പാരറ്റ് ഇനത്തിൽ പെടുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെയും പ്രത്യേകത സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്ത് തന്നെ ഉള്ളത് ഈ സ്ക്വിറൽ മങ്കിയുടെ അടുത്ത് തന്നെ മർമോസെറ്റ് മങ്കി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പോക്കറ്റ് മങ്കി എന്നറിയപ്പെടുന്ന ഒരു തരം മങ്കിയാണ്. ഇതും കാഴ്ചയിൽ ഭയങ്കര രസമാണ്. വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് അത് ചാടി കയറുന്നു. വളരെ ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ചെന്നെത്തിയത് കുതിര സഫാരി നടത്തുന്ന ഒരു സ്ഥലത്താണ്. ചാർജൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. കുട്ടികൾക്ക് സഫാരി നടത്തണമെങ്കിൽ അവർ ഒരു 1-2 റൗണ്ടൊക്കെ നമ്മളിങ്ങനെ അങ്ങ് കൊണ്ടുപോയിട്ട് അവർ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടാവും. വളരെ രസമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അടുത്തതായി നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഉടുമ്പ് വിഭാഗത്തിൽപ്പെടുന്ന അർജൻറ്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഗു എന്ന് പറഞ്ഞിട്ടൊരു വളരെ രസമുള്ള ഒരു ജീവിയാണ്. കണ്ടാൽ നമ്മൾക്ക് പേടി തരുന്ന രീതിയിലുള്ള ഒരു ജീവിയാണ്. വലിയ വാലാണ്. നല്ല നീളത്തിലുള്ളൊരു വാലാണ്. അതാണ് എൻ്റെ ഹൈലൈറ്റ്. നമുക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലെടുത്ത് തരും. കയ്യിൽ അത് എടുക്കേണ്ട ഒരു പർട്ടിക്കുലർ പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ തന്നെ നമ്മൾ അതിനെ വച്ചേക്കണം എന്നവർ പറയാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനിങ്ങനെ താലോലിക്കാം. വല്ലാത്തൊരു സ്മെല്ല് വരുന്നുണ്ടാവും. പക്ഷേ എങ്കിൽ അത് വളരെ അപകടകാരികളൊന്നും അല്ല. ഇതെല്ലാം കഴിഞ്ഞിറങ്ങി വരുമ്പോൾ നമ്മൾ വീണ്ടും ആ ഫിഷ് ടാങ്കിൻ്റെ അടുത്തോടു കൂടിയാണ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടേക്കാളും കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചോട്ടിൽ വന്നിരുന്ന് നമുക്കതിന് ഭക്ഷണം കൊടുക്കാം. ഇത് അടുത്ത സ്ഥലം. കുറേ പക്ഷികളുള്ള ഒരു ഏരിയയാണ്. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികളെയൊക്കെ അങ്ങ് തുറന്ന് വിട്ടേക്കുവാണ്. നമ്മളകത്ത് കയറുമ്പോൾ തന്നെ ഈ പക്ഷികളെല്ലാം നമ്മളെ അടുത്ത് വന്നിരിപ്പുണ്ടാവും. കുറച്ച് വെറൈറ്റി കോഴികളെ കാണാൻ സാധിക്കും, പ്രാക്കളെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഇവിടെ ഇങ്ങനെ തുറന്ന് വിട്ടിട്ടുണ്ടാവും. നമുക്കൊരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. കണ്ടോ, മേളിലൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ കുറച്ച് രാത്രി ആയത് കാരണത്താൽ അതെല്ലാം അങ്ങ് അധികം പുറത്ത് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുള്ളെല്ലാം ഏകദേശം ഒന്ന് കൂടിനകത്തിരിക്കണത് പോലെ മേളിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആരും നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കരുത്. പോവുക, എൻജോയ് ചെയ്യുക. താങ്ക്